വേഗം വേഗം ഹനുമാൻ കീറിൽ ഇപ്പൊ തന്നെ വേഗം പോട്ടെ എന്നെ വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിക്കലേ ഓടിച്ച് വളക്കള തെറ്റി ഞാൻ 6-ാം വയസ്സിൽ വണ്ടി ഓടിക്കണേ. എടാ ഇവനൊക്കെ എറിഞ്ഞു വീഴ്ത്തണോടാ. എറിഞ്ഞു വീഴ്ത്താനോ? ഓടുന്ന പട്ടിക്ക് 1 പുഴ മുമ്പേ എന്നാണ് പറയുന്നത്. ഈ ഓടുന്ന 2 പട്ടികൾക്കും 2 പുഴ മുമ്പേ എറിഞ്ഞാൻ വീഴ്ത്തി കാണിച്ചു തരാടാ. എന്റെ വീഴ്ത്താൻ നോക്കണ തെണ്ടി. ഈശ്വര രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. അയ്യോ പോലീസ്. എന്താ സാറേ നിനക്ക് ഹെൽമെറ്റ് ഇല്ലേ? ഉണ്ട്. എവിടെ? അതാ ഇവൻ വെച്ചേക്കണത്. നീ എന്താ ഹെൽമെറ്റ് വെക്കാത്തെ? എന്റെ ഹെൽമെറ്റ് ഇവൻ വെച്ചേക്കല്ലേ, പിന്നെ ഞാൻ അങ്ങനെ വെക്കാ? ഒരു ഹെൽമെറ്റ് 2 പേരെങ്ങനെ വെക്കാ? എടോ ഓടിക്കുന്നവനാണ് ഹെൽമെറ്റ് വെക്കണ്ടേ, അത് നിനക്ക് അറിഞ്ഞൂടെ? ഇവനായിട്ട് ഓടിക്കുന്നത്, അതാ ഇവൻ ഹെൽമെറ്റ് വെച്ചേക്കണത്. എങ്ങനെ? ഒരു ജീപ്പ് നിറയെ ആൾക്കാര് ഇവനെ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുക. ഓഹോ, ഇവൻ അത്രയ്ക്ക് വലിയ VIP ആണ്. നോക്കട്ടെ, ഊരാ നിന്റെ ഹെൽമെറ്റ്. നിന്റെ VIP മുഖം കാണാ. എന്റെ പൊന്ന് സാറേ, ഈ പൂരിപ്പിക്കരുത്, ആകെ കുഴപ്പവും. ഊരാ. ഇനി ഇതുപോലത്തെ ഒരു അവസരം കിട്ടൂല. വണ്ടി വിട്ടോടാ. സോറി സാർ, എന്റെ പേര് ഭുവനചന്ദ്രൻ. ഹാപ്പി റിയൽ എസ്റ്റേറ്റിന്റെ ഓണറാ. ഇതെന്റെ പാർട്ട്ണർ ഉമാകാന്തൻ. സ്ഥലമിടപാട് സംബന്ധിച്ച് 10-16 കേസുകൾ ഇവിടുത്തെ സ്റ്റേഷൻ കിടപ്പുണ്ട്. ആ കൂട്ടത്തിൽ ഇതും കൂടെ അവിടെ കൂട്ടിക്കോ. ഞങ്ങള് വൈകുന്നേരം വന്ന് ഒപ്പിട്ടേക്ക് സാർ. എപ്പോ ഓടിയാലും അവസാനം ശിവത്തേരിൽ എത്തിച്ചേരും. ഓടാ, ഇതിന്റെ വീടാ. രണ്ടും ഒന്ന് തന്നെ. അച്ഛാ, ഓ എന്നെ അന്വേഷിച്ചേ കാശ് കൊടുക്കാനുള്ള ആരോ വരുന്നുണ്ടാവും. അതെ, ഉമ്മച്ചൻ. അയാൾ വന്ന് ചോദിച്ചാല് നീ ഇവിടെ ഇല്ല എന്ന് പറയണം. എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. ചെല്ല ഒളിച്ചോ. വാടാ. 3-ാം വയസ്സിൽ തുടങ്ങി ഒളിച്ചു കളിയാ. ഇപ്പൊ വയസ്സ് 33. വയസ്സെങ്കിലും കുറക്കല്ലടാ. RIP രക്ഷപ്പെട്ട ഇന്ത്യൻ പൗരൻ. ഉമാകാന്ത, നീ ഏതെങ്കിലും റൂമിൽ കയറിക്കോ. എനിക്കൊരു ബെർത്ത് കിട്ടി. ബെർത്തല്ല, ഡെത്താണ്. ഉമ്മച്ചനല്ലേ? അതെ. ഭുവനേന്ദ്രന് പൈസ കൊടുത്തിട്ടുണ്ടോ? അതെ. പണം തിരിച്ചു തന്നിട്ടില്ലല്ലേ? അതെ. ഇപ്പൊ അവനെ അന്വേഷിച്ചു വന്നാണോ? അതെ. അവൻ ഇവിടെ ഇല്ല. ജോത്സ്യനാണോ? ആ, ജോത്സ്യൻ തന്നെ. ആദ്യം അവന്റെ അച്ഛനായിരുന്നു. അവൻ വളർന്നു വലുതായപ്പോ ഞാനൊരു ജോത്സ്യനായി. അവന്റെ കാര്യം പറയണെങ്കിലേ അല്പം ജോത്സ്യം പഠിച്ചിരിക്കണം. ആരാന്നാടോ വിചാരിച്ചത് എന്റെ മോൻ? അവൻ ദൈവമാ. ദൈവം, ഭഗവാൻ. കേട്ടിട്ടില്ലേ? മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. ദേ, ആ മാളിക ഉണ്ടോ? അതായിരുന്നു എന്റെ വീട്. ആ മാളിക മുകളിൽ നിന്ന് തോളിലൊരു മാറാപ്പും കയറ്റി ഈ കുടിലിൽ ഇവിടെ കൊണ്ടിരുത്തിയത് അവനാ, എന്റെ മകൻ. അവന്റെ കൂടെ ഞാൻ ഒരൊറ്റ ബിസിനസ്സേ ചെയ്തിട്ടുള്ളൂ. VIP പെട്ടി വിറ്റുകൊണ്ടിരുന്ന ഞാനിപ്പോ RIP പെട്ടി വിൽക്കുക. ഈ ഭഗവാനെ ഒന്ന് കാണാൻ എന്താ വഴി? രൂപ 1-2 അല്ല, 3 ലക്ഷം കൊടുത്തിരിക്കുന്നത്. അവന്റെ ഒരു പാർട്ട്ണറുണ്ട്, ഒരു പരൽമീൻ. അവനെ പിടിക്കാനേ പറ്റില്ല. അവന്റെ പാർട്ട്നേഴ്സ് എല്ലാം അങ്ങനെയാ. ഒരിക്കലും കാണാൻ കിട്ടില്ല. ദേ, അതുണ്ടോ? ഇതേതാ ഈ പുതിയ തുറപ്പൻ? ഇതായിരുന്നു അവന്റെ ആദ്യത്തെ പാർട്ട്ണർ. അവൻ ജീവിച്ചിരിപ്പുണ്ടോ, അവനെ ആരെങ്കിലും തല്ലിക്കൊന്നോ എന്നൊന്നും അറിയില്ല. അന്ന് ഞാൻ, ഇന്നലെ ഇവൻ, നാളെ നീ. പുള്ളി നല്ല തിരക്കില്ല. പെട്ടി റെഡി കാണുമോ ചേട്ടാ? കുന്നും പുറത്തുനിന്ന് ഒരു പെട്ടി പറഞ്ഞിരുന്നല്ലോ. ആ, അകത്തുണ്ട്, പോയി എടുത്തു. ആ, വാ. അതുപോലൊരു പെട്ടി തന്റെ മകനിലെ ആ പട്ടി അവന് റെഡിയാക്കി വെച്ചോ. വാടാ. എന്തിനു മുടിയ കനമായത്? ഉണ്ടാവടാ. കണ്ട ആ പോപ്പ് തടികൊണ്ടുണ്ടാക്കിയതല്ല, നല്ല മരമാ. ഇതെന്താ ചേട്ടാ, ശവപ്പെട്ടി വാങ്ങിക്കുമ്പോ ശവം ഫ്രീയാ? ഏതോ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ച ആളാ. ഹെൽമെറ്റ് കണ്ടില്ലേ? ഉഗ്രൻ ഹെൽമെറ്റാ. ഹെൽമെറ്റിനൊന്നും പറ്റിയിട്ടില്ല. പാവം ചിരിച്ചോണ്ട് കിടക്കണം. ഇതവനല്ലേ ഭുവനേന്ദ്രൻ? ഇവനെപ്പ ചത്ത്? എന്റെ കാശരാതെ ഇവരോട് ചാകാൻ പറഞ്ഞ ആരാണോ? എടാ, ഇറങ്ങി പോടാ. അവരാ പെട്ടി കൊണ്ടുപോട്ടെ. എടാ ശവമേ, നീ ശവപ്പെട്ടി കയറി കിടക്കണോ? എഴുന്നേക്കണം. പലതും ഉടയും. ഇവന്റെ ഒരു പാർട്ട്ണറില്ലേ, അവനെയും പോകണം. നിങ്ങളെന്താ കടം വാങ്ങിച്ചിട്ട് തരാത്തവനോട് പെരുമാറുന്ന പോലെ എവിടെ കൊണ്ടുപോവാ? കൊണ്ടുപോയടാ.